അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ലെൻസ്കാർട്ടിലാണ്. അവിടെ എനിക്കും ഞാതിനും വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ നോർമൽ ഗ്ലാസ്സിലെ പവർ ഗ്ലാസും ഞാതിനൊരു സൺ ഗ്ലാസും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴായിരുന്നു ഞാതിനെ മാത്രം വന്നത്, എൻ്റെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അവിടെ നിന്ന്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നോക്കിയപ്പോൾ ഞാത് വേറെ പോയിട്ട് സൺഗ്ലാസ് ഒക്കെ വെച്ച് നോക്കുമായിരുന്നു. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോൾ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അല്ല ഞാതിൻ്റെ സ്പെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് വന്നിട്ട് അതൊക്കെ വെച്ച് നോക്കിയിട്ട് കുറച്ച് പട്ടിഷോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു വെച്ചിട്ട് കുറേ നാളെ അത് പറയുന്നത് സൺഗ്ലാസ് വേണമെന്ന്. പിന്നെ ലെൻസ്കാർട്ടിൽ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മാർക്കറ്റ് റോഡിലോട്ടാണ് കേട്ടോ. അവിടെ മേത്തർ ബസാറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷേ പോയ കാര്യം ഒന്നും നടന്നില്ല. കുറച്ച് പ്ലാനൊക്കെ ആയിട്ടായിരുന്നു പോയത്. അവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വരേണ്ടി വന്നു കേട്ടോ. വിചാരിച്ച കാര്യം ഒന്നും നടന്നില്ല. പിന്നെ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നിറയെ കണിക്കൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറിജിനലൊന്നല്ല, നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. പിന്നെ ഒരു ഷോപ്പ് ഉണ്ട്. പിന്നെ അവിടെ കയറിയിട്ട് അതിനൂന് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് കയറിയതുണ്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് വാങ്ങി. പിന്നെ മാർക്കറ്റ് റോഡിൽ വന്നാൽ എനിക്കിത് ഈ ഷോപ്പിൽ നിന്ന് ബദാം ഷേക്ക് കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതും ഇങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല. ഇത് പണ്ടൊക്കെ ഞാൻ ഉമ്മിച്ചിയുടെ ഉമ്മയുടെ കൂടെ മാർക്കറ്റ് റോഡിൽ വരും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ വരുന്ന തന്നെ എല്ലാം കഴിഞ്ഞ് പർച്ചേസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഷേക്ക് വാങ്ങിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ വന്നിരുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങ് ഹൈക്കോർട്ടിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഈ സമൂസ ചാറ്റ് വാങ്ങിച്ച് കഴിച്ചു. ഇതും ഞാതിന് തീരെ ഇഷ്ടമല്ല. സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഞാതിന് അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് നമുക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല പരിപ്പ് ആ 2 സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ആശിഷിൽ കയറി. ഹൈക്കോർട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഈ സമൂസ ചാറ്റ് കഴിക്കണതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരും. അവിടെ അത് 2 എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. കടല പരിപ്പ് പിന്നെ ഗ്രീൻ പീസ് അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞ് കയറിയിട്ട് അതെടുത്തു. അത് കൂടാണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു 10-20 സാധനങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ കയറാനുള്ള പ്രശ്നം. വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാകുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിട്ട് പോകണം അത് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ അതേ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീട്ടിലോട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എടുത്തത്. ഇത് കുറേ പേഴ്സണൽ തിങ്സ് ആയിരുന്നു കേട്ടോ എല്ലാം. ഞാൻ അതിന് കുറേ എന്തൊക്കെയോ എൻ്റെ കുറേ എന്തോ സാധനങ്ങൾ. അവിടെ ക്ലോസിങ് ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ആശിഷിൽ വന്നാലുണ്ടല്ലോ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ കിട്ടും. ഞാൻ ഇതുവരെ ഒരു സൂപ്പർ മാർക്കറ്റിലും അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ അവിടെ ചെന്നാൽ ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ എന്ന് വിചാരിക്കുക. അതൊക്കെ ആകുമ്പോൾ ഒരു 6 രൂപ 5 രൂപ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലേ. പക്ഷേ അതിൻ്റെ തന്നെ കുറേ ഉണ്ടാവും അവിടെ. ഇപ്പോൾ ഒരു നമ്മുടെ കട്ടറൊക്കെ ആണെങ്കിലും അതിന് 5-6 രൂപയ്ക്ക് ഉള്ളൂ. പക്ഷേ അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി കളേഴ്സും പല മോഡൽസിലൊക്കെ ഉണ്ടാവും. സാധാരണ ഇത്രയും ചെറിയ റേറ്റിൻ്റെ സാധനങ്ങൾ അങ്ങനെ കുറേ ആക്കി വെക്കേണ്ട കാര്യം ആർക്കില്ലല്ലോ. വലിയ ലാഭം ഉണ്ടാവില്ലല്ലോ അതിൽ നിന്ന്. പക്ഷേ ഇവിടെ അങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ കയറുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇതേ അപ്പൂസിൻ്റെ വീട്ടിലോട്ട് വന്നാൽ ഞങ്ങൾക്ക് CDMയിൽ കുറച്ച് ക്യാഷ് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ATM കാർഡിൽ എൻ്റെ അതായത് ഞാതിൻ്റെ ATM കാർഡ് ആരോ കൊണ്ടുപോയിട്ട് പിന്നെ അത് എവിടെയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതേ അപ്പൂസിൻ്റെ ATM കാർഡ് വാങ്ങിച്ചിട്ട് നേരെ CDMയിൽ പോയി ക്യാഷ് ഇട്ടത് ഉമ്മച്ചിക്കായിരുന്നു കേട്ടോ. ഉമ്മച്ചി ക്യാഷ് കയ്യിൽ തന്നിട്ട് അതൊന്ന് അക്കൗണ്ടിൽ ഇട്ടരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ഉപ്പ് സോഡയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അതിനെ കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മാർക്കറ്റ് റോഡിലൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോണ സമയത്ത് അതിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് മറ്റേ ആശിഷിന് ഞങ്ങളൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പാൻഡയുടെ വാട്ടർ ബോട്ടിലായിരുന്നു. അതിനുവിൻ്റെ വാട്ടർ ബോട്ടിൽ കുറച്ച് പഴയതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയതും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ചെല്ലാനായിട്ട്. പിന്നെ നമ്മുടെ അതിനു വാങ്ങിയ വാട്ടർ ബോട്ടിലിൻ്റെ അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ.